ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നും വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മലയാളീസിന് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് വളരെ ഇഷ്ടമാകും. മുംബൈ സ്ട്രീറ്റ് ഫുഡിലെ താരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വടാ പാവാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിനു മുന്നേ പാവ് ബജി റെസിപ്പി നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായി നിങ്ങളുടെ കമൻസിലൂടെ ഞാൻ മനസ്സിലാക്കി. അതുപോലെ ഇതും നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ രസകരമായ ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് കണ്ടാലോ? അപ്പോൾ നമുക്ക് വടാ പാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു വടയാണ് റെഡിയാക്കേണ്ടത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാനിലോട്ട് ഒരു 3 ടീസ്പൂണ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇത്തിരി കടുകും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഓയിൽ ഏത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ ഒരു പകുതി സവാളയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിലെ ബോണ്ട ഇല്ലേ, ബോണ്ട പോലെ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ വലിയ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി, അത് പൊടിഞ്ഞ് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 1 ടീസ്പൂണിലെ പെരിഞ്ജീരകവും ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ ജീരകം പൊടിച്ചതല്ല കേട്ടോ, ചതച്ചെടുത്തതാണ്. പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടെ 1 ടീസ്പൂൺ ചതച്ചെടുത്തതാണ്. ഇനി നമ്മുടെ ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതുകൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇതൊരു മസ്റ്റൊന്നുമല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാൻ ബെസ്റ്റ് സാധനമാണത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അതിനായി ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഇനി 1 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് 1 കപ്പ് അളവാണ് എടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 നുള്ളു ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, 1 നുള്ളു മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നിച്ച് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഞാൻ കായപ്പൊടി ഞാൻ മറന്നുപോയി കേട്ടോ, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലൊരു മണം കിട്ടും. അതും കൂടെ ചേർത്ത് ഇതേ ഒരു ടെക്സ്ചറിൽ എടുക്കുക കേട്ടോ, ദോശയുടെയൊക്കെ. അപ്പോൾ അതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിൽ വറുത്ത് കോരുക. ശരിക്കും നമ്മുടെ ബോണ്ട തന്നെയാണിത് കേട്ടോ. അപ്പോൾ കുറച്ച് അതിലെ ഇൻഗ്രീഡിയൻസ് ഇത്തിരി വ്യത്യാസമുണ്ട്, അല്ലാതെ ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് ബോണ്ട തന്നെ. അപ്പോൾ അത് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്ത് കോരാം. അപ്പോഴേക്കും അത് കുക്കാവും. കാരണം അതിൻ്റെ പുറത്തെ ആ ഫില്ലിങ് മാത്രം ഒന്ന് റെഡിയായാൽ മതിയല്ലോ. അകത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ഇതിനകത്ത്, ഈ ബണ്ണിനകത്ത് നമ്മൾ വെക്കുന്ന സംഭവമാണിത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 2 ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ ചട്നിയാണ് ഞാൻ ആദ്യം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിനയില വേണം, ഒരു 1/2 കപ്പോളം വേണം കേട്ടോ. എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തു. അതുപോലെ അതേവിധം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എത്ര കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ വേണ്ട ഗ്രീൻ ചട്നി. അപ്പോൾ ഇത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചട്നിയും കൂടെ വേണം കേട്ടോ. അതിനുവേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഓയിലൊന്നും വേണ്ട. ഇനി ഒരു 6-7 വെളുത്തുള്ളി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയോടൊപ്പം നമുക്ക് കുറച്ച് പീനട്ട്സ് കൂടെ വേണം കേട്ടോ, കപ്പലണ്ടി. അപ്പോൾ അതുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുക. ഇനി ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ തീയലിന് വറുക്കുമ്പോൾ അത്രയും ഡാർക്ക് ബ്രൗൺ ആവണ്ട, എന്നാലും കളറൊന്ന് ചേഞ്ചായി കിട്ടണം. അത്രയൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്ത എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇനി ഇത്രയും വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം നാരങ്ങാ നീര് കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ ഒരു പുളിരസം കിട്ടും. ഇനി കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട. ഇതിന് ഞാനൊരു സോളിഡ് സ്റ്റേജിലാണ് എടുത്തത്, ഒത്തിരി ലൂസായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു സൈഡ് ഡിഷ് പോലെ നമുക്ക് ഇതിൻ്റെ ഒരു മുളക് കൂടെ ഒന്ന് വറുത്തെടുക്കാൻ എണ്ണയിൽ, അതും കൂടെ ഒന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ പാവ് ബൺ പാവ് ബൺ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ വാങ്ങി വെച്ചതാണ്. അതിലാദ്യം നമുക്ക് ഈ ഗ്രീൻ ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റെഡ് ചട്നിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെയാണ് സാധാരണ സ്ട്രീറ്റിലൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തൊരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഉറപ്പായിട്ടും അറിയാം. എത്രയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്രയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നടുക്ക് നമുക്ക് ആ വടയും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി കടിച്ച് കഴിക്കണം കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഈ ഒറ്റ ബൺ മതി നമ്മുടെ വയറ് ഫുള്ളാകാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ മുളകും കൂടെ ഒന്ന് കടിക്കണം. ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പാവ് ബജി ബൺ എല്ലാ ബേക്കറീസിലും മിക്കവാറും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസ് ഇടാൻ മറന്നു പോരുത്. അപ്പോൾ ഇതുപോലുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള അടിപൊളി എപ്പിസോഡിന് ദേവ്സ് കുക്കിംഗ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവുകയാണേ. നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ടല്ലേ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ലൊരു എപ്പിസോഡുമായി കാണും വരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.